Hello friends. ഈ വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ എന്ന സബ്ജക്റ്റിലെ എസ്റ്റിമേറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണ്, അതേപോലെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു എസ്റ്റിമേറ്റ്? ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നേരം അവിടെ ചിലവാകുന്ന അമൗണ്ട് എന്തൊക്കെയാണ്, നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ്, അതേപോലെ ലാൻഡിൻ്റെ കോസ്റ്റ്, ലേബർ ചാർജസ്, ഇങ്ങനെ ആ ഒരു ടോട്ടൽ പ്രോജക്റ്റിന് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വേണ്ടി വരുന്ന ചിലവുകൾ ഇവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെല്ലാമാണ് നമ്മൾ എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ ആർട്ട് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓർ കമ്പ്യൂട്ടിംഗ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് ഓർ പ്രോജക്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് likely to be incurred, the quantity required or various materials, requirement of labor, etc. is called estimation. അതായത് മൊത്തത്തിൽ ചിലവാകുന്ന കോസ്റ്റ് എത്രയാണ്, നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ലേബർ ചാർജസ് എത്ര വരും, അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റയാണ് വേണ്ടത്? ആദ്യം തന്നെ ഡ്രോയിങ്സ് വേണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് വേണം. പ്ലാന്, സെക്ഷണൽ വ്യൂസ്, അതേപോലെ ലൊക്കേഷൻ മാപ്പ്, അങ്ങനത്തെ ഡ്രോയിങ്സിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് വേണം നമുക്ക് ആദ്യം ഈ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യം വരുന്നത്. രണ്ടാമതേത് സ്പെസിഫിക്കേഷൻസ്, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഓരോ മെറ്റീരിയലും ഏത് രീതിയിൽ വേണം ഓരോ പാർട്ടും കൺസ്ട്രക്ട് ചെയ്യാൻ, അങ്ങനത്തെ ഓരോ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രോജക്റ്റ് വർക്ക്സിൽ. അപ്പോൾ ഈ സ്പെസിഫിക്കേഷനും ആവശ്യമാണ്. മൂന്നാമതായിട്ട് റേറ്റ് ആവശ്യമാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്, അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടു മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഫോർ എ വർക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഡ്രോയിങ്സ്, സ്പെസിഫിക്കേഷൻസ് ആൻഡ് റേറ്റ്സ് ഓഫ് ദ മെറ്റീരിയൽസ്. ഇനി എസ്റ്റിമേറ്റ്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബ്രോഡായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റഫ് എസ്റ്റിമേറ്റും ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റും. റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ വളരെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിന് ഓരോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ഐറ്റം റേറ്റിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിന് വീണ്ടും പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓരോന്നും നമുക്ക് നോക്കാം. Rough cost estimate is prepared without going into details of different items of work. It is prepared by different methods. അതിൽ ആദ്യത്തേതാണ് preliminary or approximate or abstract estimate. പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് ഒരു ഫൈനാൻഷ്യൽ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ ഒരാൾക്കൊരു വീട് പണിയണം. അപ്പം ഇനീഷ്യലി എത്രത്തോളം ചിലവാകുമെന്ന് റഫായിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ്, ഒരു കോൺട്രാക്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കോൺട്രാക്ട് ഒരു എസ്റ്റിമേറ്റ് പറയും. അതായത് ഇത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ക്ലയൻറ്റിന് വേണ്ടത് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടർ അതിൻ്റെ ബേസിസിൽ റഫായിട്ടൊരു എസ്റ്റിമേറ്റ് തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കോസ്റ്റ് നമുക്ക് ഈ പ്രോജക്റ്റ് നടക്കും തോറും മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിലൊക്കെ ചേഞ്ചസ് വരാം. അപ്പോൾ അതൊന്നും കൺസിഡർ ചെയ്ത് റഫായിട്ടൊരു വാല്യൂ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. Preliminary or approximate or abstract estimate is required for preliminary studies on various aspects of a work or a project to decide the financial position and policy for administrative sanction by the competent administrative authority. This estimate is prepared showing separately the approximate cost of all important items of work like cost of land, cost of each building, cost of roads, water supply, electrification, etc. ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ കേസ് പറയുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മളൊരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മളിവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു, എത്ര ക്വാണ്ടിറ്റി റിസർവോയറിന്, എത്ര ക്വാണ്ടിറ്റി കപ്പാസിറ്റിയുള്ള റിസർവോയർ ആയിരിക്കും അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതേപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ആണ്. അപ്പോൾ ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം അമൗണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് വരും എന്നത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് അതിൻ്റെ ഫൈനാൻഷ്യൽ സാങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റാണ് ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അടുത്തത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഫോർ ബിൽഡിങ്സ്.
അപ്പം നമ്മൾ ബിൽഡിങ്സിൻ്റെ പ്ലിന്ത് ഏരിയയെക്കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ പിന്നീട് താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്ലിന്ത് ഏരിയയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ പ്ലിന്ത് ഏരിയ എത്ര ഉണ്ടോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ട്, അതായത് അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു റേറ്റ് വെച്ചിട്ട് ഏകദേശം നമ്മൾ പ്ലിന്ത് ഏരിയ റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. The plinth area estimate is calculated by finding the plinth area of the building and multiplying it by the plinth area rate. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ തന്നെ അടുത്ത് ആ ഒരു ലൊക്കേഷനിൽ തന്നെ എവിടെയെങ്കിലും ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേറ്റ് വെച്ചിട്ട് പ്ലിന്ത് ഏരിയ റേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് ഈ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേരം നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് കിട്ടും. അടുത്തത് ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് ഈ ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ക്യൂബിക്കൽ വോളിയം കണ്ടുപിടിക്കും. അതായത് ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യൂബിക്കൽ റേറ്റ് വെച്ച് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് കമ്പയർ ടു പ്ലിന്ത് ഏരിയ റേറ്റ്. അടുത്തത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ റണ്ണിങ് മീറ്ററിൻ്റെ ടേംസിൽ നമ്മൾ വോൾ പോകുന്നതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ പ്ലിന്തിൻ്റെ, അതായത് സബ്സ്ട്രക്ചറിൻ്റെ ഒരു റേറ്റും അതേപോലെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ, അതായത് പ്ലിന്തിന് മുകളിലോട്ടുള്ള വാൾസിൻ്റെ എല്ലാം ഒരു റണ്ണിങ് മീറ്റർ ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ സ്ട്രക്ചറിൻ്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാൾസിൻ്റെ ലെങ്ത്ത്, റണ്ണിങ് മീറ്റർ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പെർ മീറ്റർ റേറ്റ് ഒരു പർട്ടിക്കുലർ വാല്യൂ കാണും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു അപ്രോക്സിമേറ്റ് റേറ്റ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ കിട്ടും. ഇനി സബ് സ്ട്രക്ചറിൻ്റെ, ഫൗണ്ടേഷൻ്റെയോ പ്ലിന്തിൻ്റെയോ ആണെങ്കിൽ പ്ലിന്ത് റേറ്റ് പെർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര വേണം എന്നൊരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. In this method, approximate total length of walls is found in running meter, and this total length is multiplied by the rate per running meter of wall, gives a fairly accurate cost. ഇനി ഇതിൻ്റെ രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത്. ഇതിൻ്റെ ഒരു റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് the approximate quantities of items such as excavation, foundation, brickwork up to plinth and DPC, dam proof course, are calculated per running meter and by multiplying by the rates of these items. ഇപ്പോൾ പ്ലിന്ത് വരെയുള്ള നമുക്ക് വേണ്ടി വരുന്ന എക്സ്കവേഷന്, അതേപോലെ DPC, ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കാനുള്ള റേറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ കാണും പെർ മീറ്റർ എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്. അത് ഇൻറ്റു ഈ റണ്ണിങ് മീറ്റർ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ റേറ്റ് കിട്ടും. ഇതേപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ നമുക്ക് ചെയ്യാം. ദ പ്രൈസ് or rate per running meter is determined from the approximate quantities of brickwork, woodwork, roof, floor finishing etc. ഇതിനെ വാളിൻ്റെ റണ്ണിങ് മീറ്റർ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിൻ്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഐറ്റം റേറ്റ് estimate. For this estimate, the work is divided into different items of work and quantities under each item are taken out and then abstract of estimate cost is prepared at suitable rates. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണ്ടി വരും എന്നുള്ള ആദ്യമേ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നുള്ള ടേം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും എല്ലാ മെറ്റീരിയൽസും എത്രത്തോളം യൂസ് ചെയ്യുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇസ് ആൻ ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് and consists of working out the quantities of each items of work and working the cost. Dimensions, length, breadth and height of each item are taken out correctly from the drawing and quantities of each item are calculated
ആൻഡ് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ആർ ഡൺ. അതായത് നമ്മുടെ ടെക്നിക്കൽ ഡ്രോയിങ്സിൽ നിന്നും പ്ലാൻ ആൻഡ് സെക്ഷൻ എലിവേഷൻ ഈ ഡ്രോയിങ്സിൽ നിന്നും നമുക്ക് ഓരോ മെറ്റീരിയലും എത്രത്തോളം മെറ്റീരിയൽസ് വേണ്ടി വരുന്നു എന്നത് നമ്മൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് അതാത് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സാങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് സാങ്ഷൻ കിട്ടിയതിന് ശേഷമാണ് അതിൻ്റെ ടെക്നിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ജനറൽ സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് ഓഫ് വർക്ക് ഏതാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, എങ്ങനത്തെ ക്വാളിറ്റി കൺട്രോൾ അവിടെ എൻഷുർ ചെയ്യണം, അങ്ങനത്തെ പല സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡ്രോയിങ്സ് ഉണ്ടായിരിക്കണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഡ്രോയിങ്സ് ഉണ്ടായിരിക്കണം. കാൽക്കുലേഷൻസ് ആൻഡ് ഡിസൈൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഇപ്പോൾ റീബാർ, സ്റ്റീൽ എത്രത്തോളം വേണ്ടി വരുന്നു, സിമെൻറ്റ് എത്രത്തോളം വേണ്ടി വരുന്നു, അങ്ങനത്തെ കാൽക്കുലേഷൻസും ഡിസൈൻസും എല്ലാം ഉണ്ടായിരിക്കണം. റേറ്റ് അനാലിസിസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം ഈ രണ്ട് ടേബിൾസിൻ്റെ പേരൂടെ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡ്രോയിങ്സിൽ നിന്നും എല്ലാ ക്വാണ്ടിറ്റിയുടെയും കറക്റ്റ് മെഷർമെൻറ്റ് എത്രത്തോളം വേണ്ടി വരുന്നു എന്നത് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അത് എൻറ്റർ ചെയ്യുന്ന ടേബിളിനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേബിളിനുള്ളിലാണ് നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രിക്ക് വർക്ക് എത്ര വേണം എന്ന് കണ്ടുപിടിക്കാനാണ് എങ്കിൽ നമ്മൾ ബ്രിക്ക് വർക്ക് വോള് പോകുന്ന എത്ര ലെങ്ത്തിലാണ് വോള് പോകുന്നത്, ലെങ്ത്തിൻ്റെ തിക്നെസ് എത്രയാണ്, എത്ര ഹൈറ്റാണ് ഒരു ഫ്ലോർ ലെവലിന് വരുന്നത്, അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് എത്ര വേണമെന്നുള്ളത് കിട്ടും. ഇതിൽ നിന്നും ഡിഡക്ഷൻസും കാണും. അതായത് നമ്മൾ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെയും സൈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആ ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്തതിന് ശേഷമാണ് ടോട്ടൽ ബ്രിക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ ടോട്ടൽ ഓരോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് ഈ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിലാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ക്വാണ്ടിറ്റീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിനുള്ളിലാണ് അത് എൻറ്റർ ചെയ്യുന്നത്. ഈ ഒരു ടേബിളിനെ നമ്മൾ അബ്സ്ട്രാക്ട് ടേബിൾ എന്നും വിളിക്കാറുണ്ട്, അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോം എന്നും വിളിക്കാം. അപ്പോൾ ഈ ഒരു ടേബിളിലാണ് നമ്മൾ ഓരോ, ഇപ്പോൾ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വന്നു, ബ്രിക്ക് വർക്കിൻ്റെ യൂണിറ്റ് റേറ്റ് എത്രയാണ്, അത് വെച്ച് നമുക്ക് ഈ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം ടോട്ടൽ റേറ്റ് ബ്രിക്ക് വർക്കിന് മാത്രം എത്രത്തോളം വരുമെന്നത് കിട്ടും. അപ്പോൾ ഇത് റേറ്റ് കണ്ടുപിടിക്കുന്ന ടേബിൾ അല്ലെങ്കിൽ റേറ്റ് എൻറ്റർ ചെയ്യുന്ന ടേബിളാണ് ഈ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോം. അപ്പോൾ ഈ രണ്ട് ടേബിൾസിൻ്റെ പേരൂടൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൂടാതെ മറ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് എസ്റ്റിമേറ്റ്സ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ആദ്യത്തേത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റ് അമൗണ്ടിൽ നിന്നും 5% വ്യത്യാസം അമൗണ്ടിൽ വരുവാണ് എങ്കിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് റിവിഷൻ ഈ എസ്റ്റിമേറ്റിൽ വരുത്തണം. Revised estimate is detailed estimate and is required to be prepared under any one of the following circumstances: when the original sanctioned estimate is exceeded or likely to exceed by more than 5%. അപ്പം എപ്പോഴാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന്, വെൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റ് അമൗണ്ടിൽ നിന്നും 5%-ലധികം എക്സീഡ് ചെയ്യും അമൗണ്ട് എങ്കിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ വെൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് എക്സീഡ്സ് ഓർ ലൈക്ലി ടു എക്സീഡ് ദ അമൗണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ മോർ ദാൻ 10%. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വർക്കൊക്കെ എടുക്കാൻ നേരം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ പറയുന്ന അമൗണ്ടിനെക്കാട്ടിലും ഒരു 10% കൂടുതൽ എക്സീഡ് ചെയ്യുവാണെങ്കിലും നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. When there are material deviation from the original proposal, even though the cost may be met from the sanctioned amount. ഇപ്പോൾ ഇനിഷ്യലി സാങ്ഷൻ ചെയ്ത അമൗണ്ടിൽ വർക്ക് നിൽക്കും, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ട് എങ്കിലും നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എപ്പോഴൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, വെൻ ദ ഒറിജിനൽ എസ്റ്റിമേറ്റിനേക്കാളും 5%-ൽ കൂടുതൽ അമൗണ്ട് എക്സീഡ് ചെയ്യുന്നു എങ്കിൽ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ അമൗണ്ടിനേക്കാളും 10%-ൽ കൂടുതൽ എക്സീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്.
സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും അഡീഷണൽ വർക്ക് വരുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി ഒരു 4 ബെഡ്റൂം ഒരു അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീടായിരുന്നു കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അതിൻ്റെ കൂടെ അഡീഷണലി പുറത്തൊരു ഔട്ട് ഹൗസ് കൂടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പുറത്തോട്ടൊരു എക്സ്റ്റൻഷൻ വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ അഡീഷണൽ വർക്ക്സ് എന്തെങ്കിലും വരുവാണെങ്കിലാണ് ആ അഡീഷണൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റൂടെ പ്രിപ്പയർ ചെയ്യും. Supplementary estimate is a detailed estimate and is prepared when additional works are required to supplement the original work or when further development is required during the progress of work. അടുത്തത് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇനി സപ്ലിമെൻ്ററിയുമാണ് റിവൈസ്ഡുമായിട്ട് വരുന്ന എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ഇനീഷ്യലി നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം ഒരു പർട്ടിക്കുലർ അമൗണ്ട് വന്നല്ലോ കോസ്റ്റ്. പക്ഷേ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനിടയ്ക്ക് വെച്ച് ഒന്നുകിൽ ചില വർക്ക് നമ്മൾ ഒമിറ്റ് ചെയ്തു, അതായത് ചില വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരുന്ന എസ്റ്റിമേറ്റിൻ്റെ 95% താഴെ അമൗണ്ടേ വരുത്തുള്ളൂ കൺസ്ട്രക്ഷൻ എങ്കിൽ നമ്മൾ വീണ്ടും ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. When a work is partially abandoned and the estimated cost of the remaining work is less than 95% of the original work, that is less than 95% of the original sanctioned estimate, or when there are material deviations and changes in the design which can cause substantial saving in the estimate, then the amount of the original estimate is revised by the competent authority. അതായത് ഇനീഷ്യലി നമ്മൾ ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് വർക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തു. അതായത് ഇപ്പോൾ ഒരു 3 ബെഡ്റൂം പണിയുന്നതിന് പകരം 2 ബെഡ്റൂമേ പണിയുന്നുള്ളൂ, അല്ലെങ്കിൽ മുകളിലോട്ടൊരു നില പണിയുന്നില്ല എന്ന് തീരുമാനിക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒറിജിനലി ഇട്ടിരുന്ന ഈ 2 ലക്ഷം എന്നുള്ള എസ്റ്റിമേറ്റിൽ നിന്ന് അമൗണ്ട് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പുതിയ എസ്റ്റിമേറ്റിനെയാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്നുള്ള കീവേഡാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ആനുവൽ റിപ്പയർ ഓർ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഇത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓൾറെഡി നേരത്തെ പണിഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ റിപ്പയർ വർക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന അമൗണ്ട്, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അതിനെ ആനുവൽ റിപ്പയർ ഓർ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്. പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ വർക്ക് വരുവാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റിനെയാണ് എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിനെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റുമായിട്ട് കൺഫ്യൂസ് ചെയ്യൽ. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ വരുന്നത് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ അഡീഷണൽ വർക്ക് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഇവിടെ എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വർക്കിന് നമ്മൾ വീണ്ടും പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യുവാണ്, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്. When some changes and extensions are required to be made in the old work, the cost of which cannot be met by the annual repair or maintenance estimate, a detailed estimate is prepared for such work, which is called as extension and improvement estimate. അപ്പോൾ നേരത്തെ പറഞ്ഞ ആനുവൽ റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റിനുള്ളിൽ നിൽക്കാത്ത അമൗണ്ട് ആണെങ്കിലാണ് നമ്മൾ ഈ സെപ്പറേറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമ്മുടെ റഫ് എസ്റ്റിമേറ്റ് ആയിരുന്നു. അതിൽ നമ്മൾ കുറച്ച് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ടൈപ്സ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്, അതായത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്താണെന്നുള്ളത് നോക്കി, അതിൻ്റെ പല ടൈപ്സ്, അതിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ഇതുപോലെ ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ്, എക്സ്റ്റൻഷൻ ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്സ്, അങ്ങനെ കുറച്ച് എസ്റ്റിമേറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നത് എന്നറിഞ്ഞിരിക്കണം. അതേപോലെ എത്ര പെർസെൻറ്റേജോളം ഒക്കെ ഡീവിയേഷൻ വരുമ്പോഴാണ് ഓരോ എസ്റ്റിമേറ്റ്സും, നമ്മളിപ്പം പറഞ്ഞ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഒക്കെ എത്ര പെർസെൻറ്റേജ് ഒക്കെ ഡീവിയേഷൻ വരുമ്പോഴാണ് എന്ന കീവേഡ്സൂടെ ഓർത്തിരിക്കണം. ഇനി നമുക്ക്